ഇനി നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റുപ്പി ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് നമ്മുടെ എക്കണോമിയിലേക്ക് നെഗറ്റീവ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ ഒരു ലോങ് റണ്ണിൽ നമ്മൾ ഓരോരുത്തരും ഇതെങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക? അമൽ, ഇതിലൊരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് റേഷ്യോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ, ഗോൾഡ്, പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇന്റർനാഷണൽ ട്രേഡിലെല്ലാം സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത് US ഡോളേഴ്സാണ്. അപ്പോൾ ഇന്ത്യ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ US ഡോളേഴ്സ് റിസർവ് ആണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ അതേസമയം ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഡോളർ റിസർവ് മതിയാവുന്നില്ല അവർക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ടിന് വേണ്ടിയിട്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് $200 സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് $100 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് എന്ത് വേണം? എക്സ്ട്രാ $100 ഡെഫിസിറ്റ്. ഈ $100 US കയ്യിൽ നിന്ന് INR കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി US ഡോളർ INR കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പീസിന്റെ വാല്യൂ കുറയും.